നമസ്കാരം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് സംവിധായകനാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു നടനാണ്. മലയാള സിനിമയിലെ ചുരുക്കം ചില കോമ്പിനേഷനുകളിൽ ഒന്നാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ MA നിഷാദിനെ. നമസ്കാരം, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ലർക്കാണ് പുതിയ വിശേഷം അല്ലേ? സൈജു കുറുപ്പ്. അതെ, ലർക്ക് എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക എന്നാണ് അർത്ഥം. ഒരു ഇംഗ്ലീഷ് ടൈറ്റിൽ മനഃപൂർവ്വം ഇട്ടതാണ്. കാരണം ഇതൊരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് കേരള ടോക്കീസിൻ്റെ മാൻ ഞാൻ തന്നെയാണ് നിർമ്മിക്കുന്നത്. എനിക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട് ദുബായിലുള്ള. പിന്നെ ഇതിനകത്തൊരു അറേ ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, പ്രശാന്ത് മുരളി, സുധീർ കരമന, ജാഫർ ഇടുക്കി, TG രവിചേട്ടൻ, പിന്നെ അനുമോളാണ് പ്രധാന കഥാപാത്രം, മഞ്ജുപിള്ള, മുത്തുമണി, സരിത കുക്കൂസ്, മിനു സിജു, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പുതിയ ആളുകൾ, നീത മനോജ്, ഷീജ ഒക്കെ പോലെ പുതിയ ആളുകളെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിജു സോപാനവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കാടിനെ പേടിയില്ലാത്തവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് പുതിയ അഭിനേതാക്കളെ പുതിയ 2-3 ആളുകളെയും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിജു സോപാനം ഉൾപ്പെടെ ഉള്ളവർ അതിനകത്ത് നല്ല കഥാപാത്രത്തിലെ അവതരണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ രജീഷ് റാമാണ്. തിരക്കഥയും സംഭാഷണം, കഥ എൻ്റെ ആണെങ്കിലും തിരക്കഥയും സംഭാഷണവും ജുബിൻ ജേക്കബ് പുതിയ ആളാണ്. പ്രകാശ് അലക്സാണ് BGM, മിനീഷ് തമ്പനാണ് മ്യൂസിക്. അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ട് ചെയ്ത ഒരു സിനിമ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന, സാധാരണക്കാരായ മനുഷ്യരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ. ആ ഒരു വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത് അല്ലേ? അതെങ്ങനെ സാധാരണക്കാരെ ബാധിക്കും? അതെ, സാധാരണക്കാരെ ബാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് അത്രമാത്രം അത് പിന്നെ അറിയണമെന്നില്ല. പക്ഷേ മലയോര പ്രദേശത്തിൽ പിന്നെ വനപ്രദേശത്തോട് അടുത്ത് താമസിക്കുന്ന സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. കാര്യം അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലാണ്. അപ്പോൾ ഹൂ ഇസ് ദ റിയൽ പ്രെഡേറ്റർ എന്നുള്ളൊരു ചോദ്യം കൂടി, ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതിനകത്ത് അറേസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്യമൃഗങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് നമ്മളും പോകാൻ പാടില്ല. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ തന്നെയാണ് ചെയ്തെങ്കിലും കുറച്ചുകൂടി ഒരു മീഡിയോക്കർ ടൈപ്പിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനകത്തൊരു ക്യാരക്ടർ ഞാനും ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി തന്നെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. സിനിമയിലെ ഒരു മേക്കിംഗ് ഒരു വലിയ അതിഗംഭീരമായ മേക്കിംഗ് അല്ല, നീറ്റായിട്ട് കഥ പറയുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ നോൺ ലീനിയറാണ്. പക്ഷേ ഈ സിനിമ പറഞ്ഞു വരുന്ന വിഷയം അത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും നമ്മൾ കുറച്ച് അധികം നാളുകളായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റ്സ് കാണുന്നുണ്ട്. പക്ഷെ എന്ന് തിയേറ്ററിൽ എത്തുമെന്ന് മാത്രം എവിടെയും കണ്ടില്ല. അത് ഞാൻ ഇപ്പോൾ ഒരു ഹറിയിലല്ല. പിന്നെ ഞാനതിൻ്റെ ഇപ്പം ഫൈനൽ സ്റ്റേജിലായി. ഗ്രാഫിക്സ് കുറച്ച് കൂടുതൽ വർക്കുണ്ട്. പിന്നെ ആനയൊക്കെ കുറച്ച് ലൈവായിട്ട് തന്നെയാണ് ചെയ്തത്. ബാക്കി കടുവ. അപ്പോൾ ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു നേർക്കുനേർ സംഘർഷം, അങ്ങനത്തെ തീർച്ചയായിട്ടും മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടുതൽ നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഡാർട്ട് ചെയ്യാൻ വരുന്നൊരു സർജനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് സ്ഥലം, ഇപ്പം കുട്ടിക്കാനം, വാഗമൺ, വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തതാണ്. ഇനിയിപ്പം ഡോൾബി അറ്റ്മോസ് ചെയ്തുകൊണ്ടിരിക്കുക, മിക്സിങ് ഗണേഷ് മാരാറാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഞാനത് ഒന്ന് മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് വിഷയം എന്താണെന്ന് അറിയിച്ച ശേഷം ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകൾ ചെയ്യാം, അങ്ങനെ ഒരു വാണിജ്യപരമായിട്ടുള്ള ഹിറ്റുകൾ മാത്രം നോക്കി സിനിമ ചെയ്യാം എന്നുള്ളൊരു സാഹചര്യവും ഒക്കെ താങ്കൾക്കുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയട്ടെ, ആദ്യ ചിത്രം പകലാണ്, കർഷക ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്ത, അങ്ങനെ ഒരു വലിയ വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എല്ലാം താങ്കൾ തിരഞ്ഞെടുക്കുന്ന കഥകൾക്കൊക്കെ അത്തരത്തിൽ സാമൂഹികമായിട്ടുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുക്കുന്നതാണോ? സിനിമ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകണം, അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ടാണോ? തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ സിനിമയുടെ വക്താവ് തന്നെയാണ് ഞാൻ. ഇപ്പോൾ ആയുധവും വൈരവും അന്വേഷണത്തിൻ്റെ തുടക്കമൊക്കെ കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ അതിനോട് മുഖം തിരിച്ചൊന്നും നിൽക്കത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുണ്ടല്ലോ സമൂഹത്തിൽ. നമ്മൾ ഒരു സാമൂഹിക പ്രതിബദ്ധത വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളും കൂടി ജനങ്ങളുടെ മുന്നിൽ സിനിമ എന്ന വലിയ മാധ്യമത്തിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് അതനുസരിച്ചുള്ള സിനിമകൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകൾ സക്സസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷേ ഈ കൊമേഴ്ഷ്യൽ സിനിമ ആർക്കും ചെയ്യാൻ പറ്റും അല്ലേ?
നമുക്ക് ഞാൻ നിർമ്മിച്ച ചിത്രങ്ങളിലൊക്കെ കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള സിനിമകളാണ് ഞാൻ നിർമ്മിച്ചത്. എത്രമാത്രം വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അടയാളപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ഗംഭീര ഫിലിം മേക്കറായിട്ടല്ല. തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന സബ്ജക്റ്റ് അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ. ഇപ്പോൾ വൈരം എന്ന് പറഞ്ഞ സിനിമ അതൊരു കൊമേഴ്ഷ്യൽ ആംഗിൾ തന്നെ ചെയ്തതാണെങ്കിലും ആ വിഷയം വലുതായിരുന്നു. പെൺമക്കളുള്ള ആയിരക്കണക്കിന് മാതാപിതാക്കന്മാർക്കുള്ളൊരു മെസ്സേജാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ശങ്കരനാരായണൻ. കൃഷ്ണപ്രിയ വധക്കേസിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് വൈരം ചെയ്തത്. അപ്പം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് അത്തരം സിനിമകൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഈ ബോക്സ് ഓഫീസിലെ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് അത് ബാധിക്കില്ലേ മാനസികമായി? ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നൊരു സംവിധാനം, നിർമ്മാതാക്കൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഞാൻ ഇപ്പോൾ ഒരു തിയേറ്ററുകളിൽ ഒരു വലിയ ആരവങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടിച്ചെന്ന് വരത്തില്ല. വൈരവും ആയുധവും ഒക്കെ അതിനൊരു അപവാദമാണെങ്കിൽ, ഈവൻ മദ്രബസ് ആണെങ്കിൽ പോലും. ബാക്കി സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഏറ്റവും കോസ്റ്റ് കുറച്ച് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ആ വേദന കൂടി മനസ്സിലാവും. അതെ, പക്ഷേ ഞാൻ ഈ ഇത്രയും 12 സിനിമകൾ ഡയറക്റ്റ് ചെയ്തൊരു തമിഴിൽ അടക്കം 12 സിനിമകൾ ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഏറ്റവും കോസ്റ്റ് കൂടിയ സിനിമ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കമായിരുന്നു. ഇപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസിൽ നാസറിനെ പോലെ ഒരാൾ അത് നിർമ്മിച്ചത് കൊണ്ടാണ് അത്രയും കോസ്റ്റ്. കാരണം 8 ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, 64ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഈ 64 ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മനഃപൂർവ്വം കുത്തിത്തിരികൊന്നുമല്ല, കഥാപാത്രത്തിന് അവർ അനുയോജ്യമായി വേണം. കാര്യം ആ സിനിമ ഒരാളുടെ അബ്സ്കോണ്ടിങ് ആണ്, ഒരു മാധ്യമപ്രവർത്തകൻ്റെ അബ്സ്കോണ്ടിങ് ആണ് സിനിമ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രേക്ഷകരിലേക്ക് എത്താൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നോൺ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ നന്നാവും എന്ന് കരുതിയതാണ് അങ്ങനെ ചെയ്തത്. അതിന് ലെങ്ത് കൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് വിമർശനങ്ങളൊക്കെ എനിക്കുണ്ടായി. ഇപ്പോൾ ലെങ്ത്തൊക്കെ ട്രിം ചെയ്ത് ഇപ്പോൾ ആമസോണിൽ ഇറങ്ങാൻ പോകും. എനിക്ക് തോന്നുന്നു ആ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അധികം അറിയാത്തൊരു കാര്യം ഉണ്ടാവും. താങ്കളുടെ അച്ഛൻ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഡയറി കുറിപ്പിൽ നിന്ന് എടുത്ത ഒരു കഥയാണോ? അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഒരു പുസ്തകമായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനാണ് സഹായിച്ചത്. കുറച്ച് ഡിമെൻഷ്യയൊക്കെ വന്ന ഫാദറിന്. അപ്പോൾ ഒരു ഡയറി ഞാൻ റെഫർ ചെയ്തപ്പം ഒരു മാധ്യമപ്രവർത്തകൻ്റെ തിരോധാനത്തെപ്പറ്റി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന നിഗമനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത അത് അദ്ദേഹത്തിൻ്റെ അന്വേഷിച്ച ഒരു കേസല്ല. അദ്ദേഹം അന്വേഷിച്ച കേസുകൾ ഒരുപാടുണ്ട് സിനിമയാക്കാൻ, പക്ഷേ പീരീഡ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അത് ഇത്രയും താമസം വന്നത്? അദ്ദേഹം ഒരുപാട് കഥകൾ പണ്ടൊട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അദ്ദേഹം റിട്ടയർ ആയിട്ട് 20 വർഷമായില്ലേ. അപ്പം ഇപ്പം ടെക്നോളജി ഒരുപാട് മാറി, അന്ന് മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു CCTV ദൃശ്യങ്ങളില്ല, അല്ലെങ്കിൽ മൊബൈലില്ല, ഒന്നുമില്ലല്ലോ. അപ്പം ഇന്ന് ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പിടിക്കാൻ പറ്റുന്നത് ടെക്നോളജി, ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ഡെവലപ്പ്. ഇതൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു അന്നത്തെ കുറ്റകൃത്യങ്ങൾ അന്നത്തെ പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും അത്തരം പീരിയോഡിക് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒരുപാട് കഥകൾ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഒരെണ്ണം അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ. ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമാവുന്നത്? നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദമാണോ, എങ്ങനെയാണ്? ഷൈൻ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അതെ, എനിക്കൊരു സഹോദര തുല്യനാണ്. എൻ്റെ അയ്യരിൻ അറേബ്യയിലുണ്ട്. അതിന് മുമ്പ് സോഹൻ ഡയറക്റ്റ് ചെയ്ത അനൂജ് നിർമ്മിച്ച ഭാരത സർക്കസ് എന്ന സിനിമയിൽ ഞാൻ ഷൈനും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ട് മാത്രമേ ഞാൻ. അത് വളരെ റെയർ ആയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ പല സംവിധായകരും പറയുന്ന ഒരു കാര്യമായിരിക്കും, എനിക്ക് കംഫർട്ടബിൾ ആണെന്നുള്ളത്. കംഫർട്ടബിൾ ആണ്, ഞാൻ വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഇപ്പോൾ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മധുസാറ് മുതൽ ഇങ്ങേയറ്റം ധ്യാൻ ശ്രീനിവാസൻ വരെ ഏകദേശം 160ഓളം താരങ്ങൾ എൻ്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്തതും നിർമ്മിച്ചതുമായിട്ടുള്ളത്. ഇപ്പോൾ ശങ്കരാടി ചേട്ടനെ പോലുള്ളവരൊക്കെ ഞാൻ നിർമ്മിച്ച ചിത്രത്തിലുണ്ടായിരുന്നു, ഒരാൾ മാത്രത്തിൽ. ഞാനതിൽ ഭാഗ്യവാനാണ്. ഇപ്പോൾ ആസിഫ് അലി ആയാലും ഫഹദ് ആണെങ്കിലും ഒരു ഗസ്റ്റായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് പേരോട് മാത്രമേ ഉള്ളൂ ഒരു സൗഹൃദമുള്ളൂ, വിരലെണ്ണാവുന്നവർ. അപ്പോൾ അതിലൊന്ന് ഷൈനാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് ഷൈനെ. അപ്പോൾ ഈ ഉയർന്നു വന്ന വിവാദങ്ങൾ, ചർച്ചാ വിഷയമായ പല വിഷയങ്ങളും ഉണ്ട് നമുക്ക് മുന്നിൽ. അതൊക്കെ വെറുതെയാണ്, വെറും ആരോപണങ്ങൾ. എൻ്റെ സിനിമാ സെറ്റിൽ എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് നേടിയിട്ടില്ല. ഞാൻ എൻ്റെ സിനിമയിലുള്ള
എൻ്റെ ടെക്നീഷ്യൻസിനോടും ആർട്ടിസ്റ്റിനോടും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. രാവിലെ 7:30 മണിക്ക് ഞാൻ ഷൂട്ടിങ്സ് ആരംഭിക്കും. രാത്രി 9:30 ചിലപ്പം 7 മണിക്ക് എന്നതിന് 9 അതുവരെ എൻ്റെ ലൊക്കേഷനിൽ ഒരു പ്രശ്നവും പാടില്ല. ആ 9:30 ശേഷം നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. നിങ്ങൾക്ക് ഒരുപാട് വോയിസസ് ഉണ്ടാവും, അതിലൊന്നും ഞാൻ ഇടപെടത്തില്ല. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ലൊക്കേഷനിൽ ഞാൻ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രം ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും ചെയ്തത്. അതിനുശേഷമുള്ള അവരുടെ കാര്യത്തിൽ പക്ഷേ ഷൈനെതിരെയുള്ള ആരോപണം വരുമ്പോഴേ ഈ ലൊക്കേഷനിൽ ലഹരി ഉപയോഗിച്ചെത്തി മോശമായി പെരുമാറി അങ്ങനെയൊക്കെയാണ്. എൻ്റെ ലൊക്കേഷനിൽ ഇന്ന് വരെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണാത്ത കാര്യങ്ങൾ ഞാൻ മറുപടി പറയില്ല. ഹിയർസയെ ഞാൻ അവഗണിക്കും. അനാവശ്യമായി വേട്ടയാടപ്പെട്ടു ഷൈൻ എന്ന് തോന്നുന്നുണ്ടോ? അതെനിക്ക് ഞാൻ പറയാൻ ആളല്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഷൈനെ പറ്റി എനിക്കറിയാവുന്ന അസസ്മെൻ്റ് എനിക്ക് പറയാൻ പറ്റും. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, മറ്റ് സെറ്റിൽ എങ്ങനെയാണെന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ പൊതുവെ മറ്റ് താരങ്ങളുടെ ഒക്കെ ഇൻ്റർവ്യൂകളിലൂടെയാണ് കൂടുതലായിട്ട് നമ്മൾ ആ താരത്തെ മനസ്സിലാക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെ. അവിടെ ഒക്കെയും ഷൈൻ ഒരു വ്യത്യസ്തനാണ്. അതെന്തുകൊണ്ടായിരിക്കും? അത് ആ യൂട്യൂബേഴ്സും ആ ഇൻ്റർവ്യൂ എടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്കും കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഷൈൻ കാണിക്കുന്ന ഈ തമാശകളും ഈ ബഹളങ്ങളും ഒക്കെ നിങ്ങൾ വിറ്റ് കാശാക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്കും ഒരു കണ്ടന്റ് പ്രൊവൈഡറാണ് ഷൈൻ ടോം ചാക്കോയും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റില് പക്ഷെ അങ്ങനെയല്ല ഷൈൻ എന്നാണ്. താങ്കളുടെ സെറ്റിലെങ്കിലും അല്ല. എൻ്റെ സെറ്റിലല്ല, എനിക്കതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് സംവിധായകരെ പ്രൊഡ്യൂസേഴ്സിനെ ഒക്കെ സ്ക്രീനിൽ കാണാറുണ്ട്, പണ്ടത്തേതിൽ നിന്ന് വിഭിന്നമായിട്ട്. ഇപ്പം പുതുതായിട്ട് ഉദിച്ചു വരുന്നൊരു താരമാണ് എം.എ. നിഷാദും. ഒരിക്കലുമല്ല, ഞാനൊരു താരമേ അല്ല. ദയവ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. കാര്യം വേറൊന്നുമല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതായത് ഞാനൊരു താരമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ, അഭിനയം അല്ലെങ്കിൽ ആക്ടിങ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ഷൻ തന്നെയാണ് എക്കാലത്തും എനിക്ക് താല്പര്യം. പക്ഷേ ഈ പണി എനിക്കും അറിയാം എന്ന് ഞാൻ കാണിച്ചതേ ഉള്ളൂ. കാരണം അതിൽ 2-3 കാരണങ്ങളുണ്ട്. അല്ല, ഞാനത് ഒരു പ്രൊഫഷനായിട്ട് അഭിനയം എടുത്തിട്ടില്ല, സത്യാവസ്ഥയാണ് പറയുന്നത്. ഇതുവരെ എടുത്തിട്ടില്ല. ഇല്ല, പ്രൊഫഷനായിട്ട് അഭിനയം ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ആളുകൾ വിളിക്കണ്ടേ? വിളിക്കുന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുജിത് എസ് നായർ ഒരു പടത്തിൽ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചു. ഒരു കൊറിയൻ പടം. ഞാൻ ആ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ആ ടീമിലുള്ള അംഗങ്ങളായിരുന്നു സുജിത്തും, സജി, ഡോക്ടർ ബിജു, അങ്ങനെ കുറച്ച് പേര്. അവരാ സൗഹൃദത്തിൻ്റെ പടത്തിൽ ആദ്യം ഒരു കൊറിയൻ പടത്തിൽ അഭിനയിച്ചു. അപ്പോൾ അത് കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഷീ ടാക്സിയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് വലിയ ചെറുകുള്ള പക്ഷികളിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് MJ രാധാകൃഷ്ണനായിരുന്നു ക്യാമറമാൻ. പുള്ളി എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുള്ളി ക്യാമറയിലൂടെ കാണുമ്പോൾ ഒരു സുപ്രീം കോടതിയിലെ ഒരു ലോയറായിട്ടാണ്. സിംഗ് സൗണ്ടായിരുന്നു, ഇംഗ്ലീഷായിരുന്നു ഇത് പറയുന്നത്. അപ്പം കുഞ്ചാക്കോക്കെ, അൽമോളും കുഞ്ചാക്കോവിനൊക്കെ അഭിനയിച്ച പടമാണ്. അപ്പോൾ പുള്ളി മാറ്റി നിർത്തിയിട്ട് എന്നെ ഒരുപാട് പറഞ്ഞു. അപ്പം ഞാനതും കാര്യമാക്കി എടുത്തിട്ട് പിന്നീട് വാക്കെന്ന് പറഞ്ഞ സിനിമ സുജിത്തിൻ്റെ തന്നെ മധുബാല സ്ക്രിപ്റ്റ് ചെയ്തൊരു പടം. അതിൽ ഞാനും മനുഹാസനും സുരാജ് വെഞ്ഞാറമൂടും സുധീർ കരമനൊക്കെയാണ് അഭിനയിച്ചത്. രതീഷ്, മരിച്ചുപോയ നടൻ രതീഷിൻ്റെ 2ാമത്തെ മകനും പാർവതിയും ചാന്ദിനിയൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിൽ എനിക്ക് അഭിനയത്തിന് ജൂറി പുരസ്കാരം ക്രിട്ടിക്സിൻ്റെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 ഫ്രണ്ട്സിൻ്റെയൊക്കെ ചെറിയൊരു രസത്തിൽ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കെ സതീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, വർഷങ്ങളായിട്ട് അസോസിയേറ്റ്. എൻ്റെ പകലും നഗരത്തിൽ അസോസിയേറ്റ് ആണ്. സുരേഷ് ഉണ്ണിത്താൻ ഉൾപ്പെടെ ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ്, ഞാൻ എനിക്ക് കോവിഡ് അറ്റാക്കൊക്കെ വന്ന് ഞാൻ കുറച്ചാൾ ICUലൊക്കെ ആയിരുന്നു. ആ കോവിഡൊക്കെ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ ഇദ്ദേഹം വിളിച്ചിട്ട് ഒരു കഥ പറയുകയാണ്. അപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഗംഭീര കഥയാണുള്ളത്, ആരെയാണ്, ബിജുമേനോനൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, എൻ്റെ മനസ്സിൽ 2 താരങ്ങളേ ഉള്ളൂ, 2 നടന്മാരേ ഉള്ളൂ. ഒന്ന് നിഷാദും ഒന്ന് ഇർഷാദും. ഞാനോ? ഇങ്ങോട്ടൊന്നും പറയരുത്, ആ ഒരു കഥാപാത്രം നിങ്ങൾ ചെയ്യണം. അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ഒരു പിക്കപ്പ് വാൻ ഡ്രൈവറുടെ കഥാപാത്രമുണ്ട്, 10-65 വയസ്സുള്ള. അപ്പോൾ എൻ്റെ അടുത്തോട് നിങ്ങളെക്കാളും, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായത്തിനേക്കാളും 10-15 വയസ്സ്
കൂടുതലുള്ള ക്യാരക്ടറായി. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും പ്രശ്നമില്ല, വയസ്സനായാലോ അപ്പൂപ്പനായാലോ ഒക്കെ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ക്യാരക്ടർ നന്നാവണമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റണം, എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം വേണം. അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് ഞാൻ ഇറങ്ങുകയും ഇർഷാദാണ് മറ്റേ സഞ്ജയ് മേനോൻ എന്നുള്ള ക്യാരക്ടർ ചെയ്യും. അത് മാനുവൽ ക്രൂസ് ഡാർവിൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്, എൻ്റെ ഇർഷാദിൻ്റെ സുഹൃത്താണ്, ഡി ഗ്രൂപ്പിൻ്റെ ബാനറിൽ അദ്ദേഹമാണ് നിർമ്മിച്ചത്. പൂർണ്ണമായിട്ടും 90% ദുബൈയിലാണ് ഷൂട്ട് ചെയ്തത്. രജി പണിക്കറും ബിനു പപ്പു ഉൾപ്പെടെ സുധീർ കരമൻ ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുണ്ട്. എൻ്റെ അനയൊക്കെ ഉണ്ട്, അനുമോളൊക്കെ ഉണ്ട്. ആ സിനിമ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ ഒരു വെല്ലുവിളിയായിരുന്നു. എൻ്റെ ജസ്റ്റേഴ്സുമായിട്ടൊരു ബന്ധമില്ലാത്ത നിങ്ങൾക്ക് സിനിമ കാണാനറിയാം, കണ്ടാലറിയാം. ആ സിനിമ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസായി. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. കാര്യം ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ മനഃപൂർവ്വം ആ സിനിമയെ ചവിട്ടുകയൊക്കെ ചെയ്തു. പക്ഷേ ഗൾഫിലെ പ്രവാസികൾ ആ സിനിമ ഏറ്റെടുത്തു. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം സിബി മലയിൽ സാർ ഉൾപ്പെടെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകർ അബൂബക്കർ എന്ന കഥാപാത്രം പോർട്രേ ചെയ്തത് ഞാൻ മാത്രമല്ല, ഇർഷാദും വളരെ മനോഹരമായി ചെയ്ത സിനിമയാണ്. ആ സിനിമ ഒരു റോഡ് മൂവിയായിരുന്നു. എനിക്ക് ഞാൻ ഇന്നോളം കിട്ടാത്ത ഒരു അനുഭവം ആ സിനിമയിൽ നിന്നുണ്ടായി. അപ്പോൾ ആണ് ഞാൻ എന്നാൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ അഭിനയിക്കാം എന്നൊരു തീരുമാനമെടുത്തത്. എനിക്ക് ഇതിനകത്തൊരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. പിന്നെ എൻ്റെ PR വർക്ക് വളരെ മോശമാണ്. യുണൈറ്റഡ് ഫിലിം ഫെസ്റ്റിവൽ ദുബൈയിലെ അവാർഡ്, ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ ക്രിറ്റിക്സ് ഉൾപ്പെടെ ഒരുപാട്. ഇത്രയും അവാർഡ് കിട്ടി, ഇത്രയും മികച്ച സംവിധായകർ വിളിച്ച് വളരെ മികച്ച അഭിനയമാണെന്ന് പറഞ്ഞു, ഇത്രയും ആളുകൾ പ്രേക്ഷകരെ ഏറ്റെടുത്ത്, എന്നിട്ട് ഇപ്പോഴും പറയാണ് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല അഭിനയം എന്നുള്ളത്. ഞാൻ അഭിനയം നോക്കൂ, ഞാനൊരു നടനായിട്ട് പിന്നെ പൊതുജനം അംഗീകരിക്കണം, 2 ചലച്ചിത്ര പ്രവർത്തകരെ സംവിധായകർ അംഗീകരിക്കണം. അവരൊരു കഥാപാത്രം വരുമ്പോൾ ഇത് MA നിഷാദ് ചെയ്യണമെന്ന് അവർക്ക് തോന്നിടത്തല്ലേ ഞാനൊരു നടനാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചതിന് ശേഷം ഇപ്പോഴും ആരും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നില്ലെന്നാണ്? എന്നെ വിളിക്കാറില്ല. ഇല്ല, എന്നെ വിളിക്കാറില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാറുമില്ല. ഞാൻ ആരും ചോദിക്കില്ല. സതീഷിന് എപ്പോഴും സതീഷിന് എപ്പോഴും അയാളുടെ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ ഞാനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സുജിത്ത് ഒരു പടം ചെയ്യുമ്പോൾ ഗസ്റ്റായിട്ട് അഭിനയിക്കാൻ വിളിച്ചിരുന്നു. പിന്നെ 1-2 സുഹൃത്തുക്കൾ, പുതിയ പിള്ളേർ, അവരഭിനയിക്കാൻ വിളിച്ച് എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലാതെ എന്നെ ആരും വിളിക്കാറില്ല. ഇപ്പൊ ഈ ജോണി ആന്റണിയൊക്കെ ഇല്ലാത്ത സിനിമ ഇല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ജോണി ആന്റണി ഒരു ആക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ ഒരുപാട് പിന്നെ സംവിധായകർ വിളിക്കുന്നു. അദ്ദേഹത്തിന് ഡിമാൻഡുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഒരാൾക്ക് ഡിമാൻഡ് വരുന്നത് എപ്പോഴാണ് പ്രേക്ഷകർ പൂർണ്ണം. ഇപ്പം 2 Men എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ അധികം പോയില്ല. ഇപ്പോൾ OTT ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മികച്ച പ്രതികരണം. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, എന്നെ ഇതുവരെ വിളിക്കാത്തവരൊക്കെ വിളിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് പറയുന്നത്, കാര്യം അതൊരു വലിയ സ്റ്റാറൊന്നും ഇല്ലാത്ത സിനിമയാണ് 2 Men. ഒട്ടും സ്റ്റാറില്ലാത്ത ഞാൻ മാത്രമാണ്. പക്ഷെ ആ സിനിമ ആളുകൾ ഭയങ്കര അപ്ലോസ് നൽകുന്നു. ക്രിറ്റിക്കൽ അക്ലമേഷൻ കിട്ടിയതാണ്. പല റിവ്യൂവേഴ്സ് പോലും അതിലെ പെർഫോമൻസിന് നൽകുന്നത്. അതിനുശേഷമാണ് ഭാരത സർക്കസ് ചെയ്യുന്നത്. ഭാരത സർക്കസിൽ എനിക്ക് എൻ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, പോലീസ് ഓഫീസർ ക്യാരക്ടർ. ഈ 2 ക്യാരക്ടറിനും കൂടിയാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ക്രിറ്റിക്സ് സ്റ്റേറ്റിൽ മനഃപൂർവ്വം എന്നെ തഴഞ്ഞു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലേക്കൊക്കെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതിന് താല്പര്യമില്ല. നമ്മൾ ഈ അംഗീകാരങ്ങളുടെ പുറകെ പോകുന്നതല്ലോ. എന്നാലും എന്തുകൊണ്ടാണ് തഴയപ്പെടുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കൾക്കുള്ളിൽ. അതായത് ഈ പിന്നെ ജലസി എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കരമായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉള്ളത്. എന്നെ എൻ്റെ പിതാവ് പഠിപ്പിച്ച ഒറ്റ കാര്യം, ഒട്ടും ജലസി മനസ്സിൽ വെക്കരുത് എന്നുള്ളതാണ്. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, എങ്കിലും ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഒരാൾക്ക് ഒരു ഫോർച്യൂൺ ദൈവം നൽകുമ്പോൾ ആ ഫോർച്യൂനെ പറ്റി നമ്മൾ അസൂയപ്പെടരുത്. അത് ദൈവം കൊടുത്തതാണ്. ആ ഫോർച്യൂൺ ഒരിക്കലും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കാം, അസൂയപ്പെടാൻ പാടില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ഞാൻ പുകവലി നിർത്തിയതും, 2 എനിക്ക് ആരോടും അസൂയയില്ല എന്നുള്ളതാണ്. ഞാൻ എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളൂ. എൻ്റെ അടുപ്പമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അഭിപ്രായങ്ങൾ പറയും, മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയും. എൻ്റെ നിലപാടുകളിൽ എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. പക്ഷേ ഇന്ന് വരെ അത് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും പറയുന്ന എന്നിലെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നതാണ്, ഒരാളോട് പോലും എനിക്ക് അസൂയയില്ല.
അങ്ങനെ ആവാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഇപ്പോൾ താങ്കൾ ജോണി ആൻ്റണിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമയിൽ ജോണി ആൻ്റണിയെ ഞാൻ നിർബന്ധിച്ച് വിളിച്ച് അഭിനയിപ്പിച്ചു. ഞാൻ എൻ്റെ സിനിമയിൽ ജോണി ആൻ്റണി എന്ന് പറഞ്ഞ നടനെ ജോണി ഞാനും പിന്നെ ജോണി ഒന്നുമല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ആക്ടർ നിലയിൽ ഒന്നുമല്ലാത്ത സമയത്ത് ഞാൻ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിപ്പിച്ചു. അന്ന് ജോണി ആരും അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ലല്ലോ. ജോണി എന്ന് പറഞ്ഞാൽ വലിയ ഡയറക്ടറാണ്, സി ഡി മൂസയൊക്കെ. അത് കഴിഞ്ഞ് ഈ പടത്തിൽ പിന്നെ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഡേറ്റ് ഇല്ലാത്തതിന് ഞാൻ നിർബന്ധിച്ച് അവൻ്റെ ഡേറ്റിന് വേണ്ടി ഞാൻ ചാർട്ട് തയ്യാറാക്കി ഞാൻ അഭിനയിപ്പിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ സംവിധായകൻ, ഞാനൊരു ജ്യേഷ്ഠ തുല്യനായി സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം സംവിധായകരെ എല്ലാം, ഇപ്പോൾ ഷാജോൺ നടനാണെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ട്, ഷാജോണിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. എനിക്കിങ്ങനെ ഓരോ ആളുകൾ, ഇപ്പോൾ ബേസിൽ ജോസഫിനെ പറ്റി ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഞാനാണ്. അപ്പം വേറൊന്നുമല്ല, നിരത്തിലൂടെ ഇപ്പോൾ പോകുമ്പോൾ വലിയ ഫ്ലക്സിലൊക്കെ ബേസിലിൻ്റെ പടം വരുമ്പോൾ ഞാൻ പറയും എന്തൊരു സന്തോഷമാണെന്നറിയാം എനിക്ക്. വേറൊന്നുമല്ല, അവർ ഒരു ഡയറക്ടറായിട്ട് വന്നു, പിന്നെ വളരെ ഈസി ആയിട്ട് അഭിനയിച്ചു. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ. ഈ മിന്നൽ മുരളി പോലൊരു വലിയ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരു പയ്യൻ എത്തുക എന്ന് പറഞ്ഞാൽ 2018 കണ്ടിട്ട് ജൂഡ് ആൻ്റണിയെ വിളിച്ച് ഭയങ്കരമായിട്ട് ഞാൻ അപ്ലോസ് ചെയ്ത്. എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ ഭയങ്കര അഭിമാനമാണ്. ഇവരൊക്കെ നല്ല ലെവലിൽ എത്തണം. എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഐ എം ലീസ്റ്റ് ബോതേർഡ്. ഹൂ കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അത് വേറെ ഡയലോഗായിപ്പോയി. ഐ എം ലീസ്റ്റ് ബോതേർഡ്. എന്നെ ആരും വിളിച്ചില്ല, എൻ്റെ സ്വന്തമായ സ്പേസ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതല്ലേ. പക്ഷേ ഈ സിനിമ നൽകുന്ന ഒരു വലിയ ക്യാൻവാസ് എന്ന് പറയുന്നത്, അതായത് എല്ലാവർക്കും ഒരേ സമയം വളർന്നു വരാനുള്ള ഒരു അവസരമുണ്ട്. അതായത് ഒരാളെ തട്ടി മാറ്റി മറ്റൊരാൾക്ക് വളരാവൂ എന്നുള്ള ഒരു സാഹചര്യം ഇല്ല സിനിമാ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോഴും ആരൊക്കെ ആയിരിക്കും താങ്കളുടെ വളർച്ചയെ ഭയക്കുന്നത്? അയ്യോ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകാറില്ല. ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഐ എം ലീസ്റ്റ് ബോതേർഡ്. എനിക്കുള്ള സ്പേസ് എനിക്കുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തത്, ആരും തന്നൊന്നുമല്ല. ഞാൻ ഡയറക്ഷൻ പഠിക്കാൻ വേണ്ടി പടം പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അതും മമ്മൂട്ടി വെച്ചാണ് ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ എഞ്ചിനീയറൊക്കെ കഴിഞ്ഞ് ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ കാശ് വെച്ച് ഞാൻ കൃത്യമായ ടാക്സ് അടച്ച് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ചങ്കൂറ്റമുണ്ട്, എനിക്ക് ഭയമില്ല. എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറയാം. ഞാൻ ആരുടെയും ക്യാരവൻ്റെ പുറകെ പോയി വായി പൊളിച്ച് നോക്കി നിന്നിട്ടില്ല. ഞാൻ 2 നടന്മാരുടെ ക്യാരവൻ്റെ അടുത്ത് പോയി നിൽക്കാറുള്ളൂ. അതൊന്ന് മമ്മൂക്കയുടെയും ഒന്ന് ലാലേട്ടൻ്റെയാണ്. വേറെ ആരുടെയും പുറകിൽ പോകാറില്ല. എനിക്ക് താല്പര്യമില്ല, അത്രയേ ഉള്ളൂ കാര്യം. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. ചിലർ ഉണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടുള്ളതാണ്, എനിക്കറിയില്ല, എനിക്ക് അനുഭവമില്ല. ചിലർ വിളിപ്പിക്കുക, സംവിധായകരെ വിളിപ്പിക്കുക, എന്നിട്ട് കാരവൻ്റെ പുറത്ത് നിർത്തുക, എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കുക, എന്നെ കാണാൻ നടന്നു. അത്തരം മണ്ടത്തരത്തിനോ ഇങ്ങനെ ഈ അല്പത്തരത്തിനോ കൂട്ടു നിൽക്കാനോ അതിന് പോയി നിൽക്കാനോ എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച് ഈ അഭിനയം എന്ന് പറയുന്നത്, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് പേർപ്പസ്ഫുള്ളി ഇട്ടു. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ആ സിനിമ ഒരു കാലത്തും ആളുകളുടെ ജനശ്രദ്ധ ആകർഷിക്കരുതെന്ന് വളരെയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം എനിക്കെതിരായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ അല്ല, എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആ പ്രവർത്തിച്ചിരുന്നതിൽ എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അതിൽ പിന്നെ കൂടെ നിൽക്കുന്നവർ ഒറ്റി തന്നെ. എൻ്റെ കൂടെ നിൽക്കുന്ന ഞാൻ എൻ്റെ ട്രസ്റ്റഡ് ലെഫ്റ്റനൻ്റ്, എൻ്റെ ഇവിടെ 8 പടം ചെയ്തവന്മാരുൾപ്പെടെ ടെക്നിക്കൽ എന്നെ ശരിക്കും ചതിക്കുകയുണ്ടായി. ആ ചതി കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിചാരിച്ചവർ, എൻ്റെ കൂടെ ഞാൻ ചേർത്ത് പിടിച്ചവർ ഉൾപ്പെടെ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് എന്നെ അറ്റാക്ക് ചെയ്തു എന്നുള്ളത് ഈ ജലസികൾ പുറത്ത് വന്നതായിരിക്കും. അപ്പോൾ ഞാനതിനകത്തൊരു പെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ ഒരു റിവ്യൂവേഴ്സിലേക്ക് പെയ്ഡായിട്ട് എന്നെ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് 2 പോലീസ് ഓഫീസേഴ്സ് സിനിമ കണ്ടിട്ട് അവരിൽ ഒരു പോലീസ് ഓഫീസർ പ്രസ് കോൺഫറൻസ് വരെ നടത്തി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, റിയലിസ്റ്റിക് ആണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ പെരുമാറേണ്ടതെന്ന് ഐസക് മാമൻ എന്ന എൻ്റെ കഥാപാത്രത്തിലൂടെ ഞാൻ കാണിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്ത ഈ ഇത്രയും സിനിമകൾ 12 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം തന്നെയാണ്. അതിന് ആര് എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇപ്പോഴും പറയും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ആർക്കും എൻ്റെ വിശ്വാസം, അത് എൻ്റെ കോൺഫിഡൻസ് ആണ്. ഇത് ഈ OTTയിൽ ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും എത്രമാത്രം എന്നെ ആളുകൾ
നെഗറ്റീവ് റിവ്യൂസിലൂടെയും എന്നെ തകർക്കാൻ വേണ്ടി നോക്കിയെന്നുള്ളതും ജനങ്ങൾക്ക് നിഷ്പക്ഷമായി കാണുന്നവർക്ക് മനസ്സിലാവും. ഇനി ആ സിനിമ നിർമ്മിച്ചത് ശ്രീ കെ വി അബ്ദുൽ നാസറാണ്. ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ സാരഥിയാണ്. അക്ബർ ട്രാവൽസിൻ്റെ ഇതാണ്. എൻ്റെ പിതാവിൻ്റെ സുഹൃത്താണ്. എന്നെ ഒരാൾ ചതിച്ചപ്പോൾ ഒരു പടം ഞാൻ ചെയ്ത് അത് ചതിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആ സമയത്ത് എനിക്കൊരു പടം തന്ന ആളാണ്. ആ മനുഷ്യനോട് എനിക്ക് തീർത്താത്ത കടപ്പാടുണ്ട്. പക്ഷേ ആ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ എൻ്റെ കൂടെ നിന്ന ഞാൻ വളർത്തിക്കൊണ്ടുവന്നൊരു ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഈ കഥാപാത്രങ്ങൾ പറയുമ്പോഴും ആ കഥാപാത്രത്തിൽ ഐസക് മാമനെ ഞാൻ ദിലീഷ് പോത്തനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. ദിലീഷ് പോത്തന് ഡേറ്റ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് അദ്ദേഹം എനിക്ക് ഡേറ്റ് തന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസറാണ് എന്നോട് പറയുന്നത് യു ക്യാൻ ആക്ട് ഇൻ ദാറ്റ് മൂവി. കാര്യം അദ്ദേഹം എൻ്റെ സിനിമ ഏതോ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഐസക് മാമൻ ഞാൻ ചെയ്യുന്നത്. മഞ്ജു പിള്ളയാണ് മോളി എന്ന് പറഞ്ഞ ക്യാരക്ടറെ ചെയ്തിരിക്കുന്നത്. ബാക്കി ആർട്ടിസ്റ്റുകളെയൊക്കെ ഫൈനലൈസ് ചെയ്യുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവസാനം പിന്നെ തള്ളി പറയുമ്പോൾ കൂടെ നിന്നവർ വരെ എന്നെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഒരു പടത്തിനൊരു ദോഷം വന്നു. അതിൻ്റെ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ലെങ്ത്ത് കൂടി എന്നുള്ളതാണ്. ലെങ്ത്ത് കൂടി എന്ന് പറഞ്ഞാൽ 8 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ദുബായ് ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ, തെങ്കാശി, ഹൈദരാബാദ്, ബോംബെ ഉൾപ്പെടെ 8 ലൊക്കേഷൻ ഉണ്ടായിരുന്നു. 64 ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ കഥ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ടും ഇപ്പം ആമസോണിന് വേണ്ടി കുറേ ട്രിം ചെയ്തിട്ടാണ് ആ പടം ഇറക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സിനിമ ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനെ ഏതെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ഞാൻ കരുതി എൻ്റെ ടെക്നീഷ്യൻസും ചില താരങ്ങളും ഒരു ഗ്രൂപ്പ് ഒന്നടങ്കം ദേ സ്ക്രൂഡ് മീ. അത് കണ്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായി എന്നുള്ളത് സത്യം. താങ്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് വളരെ ബോധ്യത്തോടെ വളരെ മുഖംമൂടികൾ അനുവദിക്കുന്നത് വലിച്ചു കീറുന്നത് എന്തിനാ? ഞാൻ അവരുമായിട്ട് എന്താ വ്യത്യാസം? ഞാൻ അതിനെ വലിച്ചു കീറുമ്പോൾ ഞാനും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൂസിഫറിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗിൽ കടമെടുക്കേണ്ടി വരും. അപ്പം നമുക്ക് എന്ന് പറഞ്ഞൊരു പെഡിഗ്രി ഉണ്ട്. നമ്മൾ വന്ന് നമുക്കത് നഷ്ടപ്പെടുത്തും. നമ്മുടെ ഇൻറ്റഗ്രിറ്റി ഒരിടത്ത് പോലും പണയപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ സിനിമയ്ക്കുള്ളിലെ പോയി മുഖങ്ങളെല്ലാം ഞാൻ അത് കഴിഞ്ഞ് ലേക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴത്തേക്കിന് ഈ പറയുന്ന ആളുകളെയൊക്കെ ഞാനൊക്കെ തീർത്തിയല്ലോ. നോക്കൂ, എൻ്റെ കൂടെ 8 പടം ചെയ്തവരൊക്കെയാണെന്ന് ആലോചിക്കണം. ഞാൻ 8 പടത്തിലൂടെ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിലും. ഒരു പടത്തിൽ ഈ പറയുന്ന വ്യക്തികളൊരാൾക്ക് വർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം, ആരോഗ്യപരമായി വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ അയാളുടെ ഫുൾ റെമ്യൂണറേഷനും കൊടുത്ത് അയാളെ ചേർത്ത് പിടിച്ചാണ്. അയാൾ എന്നെ ആദ്യം ഒറ്റിയത്. അപ്പോൾ മനുഷ്യൻ ഇതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നവർ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഒരുപാട് എന്നെപ്പറ്റി വാചാലനാവുകയല്ല കേട്ടോ, ഒരു ഇൻ്റർവ്യൂയിൽ പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കടുകുമണിയുടെ സഹായം ആരെങ്കിലും ചെയ്താൽ ഒരു മലയോളം തിരിച്ചു ചെയ്യുന്ന ഒരാൾ, പിന്നെ നന്ദികൾ ഞാൻ കാണിക്കില്ല. ഒരു സിനിമയുടെ വിഷയത്തിൽ എന്നെ സഹായിച്ച ആളുകളെ പോലും ഞാൻ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ചില ആളുകളിൽ നിന്ന് എനിക്ക് ബിട്രയൽ ഉണ്ടാവുമ്പോൾ, മനുഷ്യനാവുമ്പോൾ മനുഷ്യ സഹജമായ ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഞാൻ നിമിഷ നേരം കൊണ്ട് ഓവർകം ചെയ്യും. സോ ദിസ് ഈസ് ലൈഫ്. ഇതാണ് സിനിമ. പക്ഷെ അതെ, ഇതാണ് സിനിമ എന്ന് പറയുന്നിടത്താണ്. അപ്പോൾ സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണോ? ഈ പിറകിൽ നിന്ന് കുത്തുക? എന്താ രാഷ്ട്രീയത്തിലില്ലേ? ഉണ്ട്, ബാധ്യപരക്കത്തില്ലേ? പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമാ മേഖലയിലാണ്. മനുഷ്യന്മാരുള്ളിടത്തെല്ലാം ഉണ്ട്. അതില്ലെന്നല്ലേ, ഏത് മേഖലയിലാണെങ്കിലും ഉണ്ട്, മാധ്യമ മേഖലയിലാണെങ്കിലും ഉണ്ട്. ഞാൻ തർക്കിക്കുകയല്ല. പക്ഷെ നമ്മളിപ്പോ ഒരുപാട് വാർത്തകൾ സിനിമ എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥലമാണ്, ഇല്ലേ? സിനിമയിൽ കയറിയെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിനിമ. എന്നെക്കാളും കഴിവുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരും അല്ലാത്തവരും പുറത്ത് നിൽക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറയുന്നത്, സിനിമ നൽകുന്ന ഫെയിം, സിനിമ നൽകുന്ന എക്സ്പോഷർ, പണം, ഇതെല്ലാം വലിയ ഘടകമാണ്. പക്ഷേ പ്രേം നസീർ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർഡം ഈസ് നോട്ട് ബെഡ് ഓഫ് റോസസ്. തീർച്ചയായിട്ടും ഇതിനകത്ത് കല്ലും മുള്ളുമാണ് ഏറ്റവും കൂടുതൽ. കുതികാൽവെട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്.
ഞാനാണോ വലുത്, ഞാൻ മുന്നിൽ കയറുക എന്നുള്ളത് നല്ലതാണ് ഒരു കണക്കിന് നോക്കിയാൽ. പക്ഷേ പലരെയും ചവിട്ടിയിട്ടായിരിക്കും പലരും കയറുന്നത്. ഞാൻ ഏതായാലും ചവിട്ടാൻ നിന്നിട്ടില്ല. പണ്ടൊരു കാലത്ത് ഒരുപക്ഷെ പണ്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള അന്തർധാര ചർച്ചകളും ഈ ഇതുപോലുള്ള പുറകിൽ നിന്നുള്ള കുത്തുകളും ഒന്നും സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് അത്രത്തോളം അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും സജീവമായ കാലഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരു ധാരണയുണ്ട്. നമ്മളെ അമ്മ അസോസിയേഷനിലെ ഇലക്ഷന്റെ സമയത്ത് കണ്ടതാണ്, ഫെഫ്കയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് സമയത്തും അതോടൊപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള വിവാദങ്ങൾ എന്ന് പറയുന്ന സമാനതകളില്ലാത്തതാണ്. അവിടെ ആരാണ് കുറ്റക്കാര്, ആരാണ് ഇത്തരത്തിൽ പുറകിൽ നിന്ന് കുത്തുന്നത് എന്നതിനെ കുറിച്ചൊക്കെ താങ്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അറിയാം. ഞാനൊരു സംഘടനയുടെയും ഇതിൽ മത്സരിക്കാറില്ലായിരുന്നു. മനഃപൂർവ്വം മാറി നിൽക്കുന്നത്. ഞാൻ പണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് 2 തവണ മത്സരിച്ച് ജയിച്ച ആളാണ് 20 വർഷം മുമ്പ്. ഇത്തവണ ഫിലിം ചേംബറിൽ മത്സരിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടായി. ഫിലിം ചേംബർ അതിന് ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നി. 20 വർഷം ഞാൻ മാറി നിന്നിട്ടാണ്. അപ്പോൾ ഫിലിം ചേംബറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ നേതാക്കന്മാർ ആയിട്ടുള്ള 1-2 പേരെ ഞാൻ വിളിച്ചാൽ എനിക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ മത്സരിക്കാൻ, എനിക്കൊരു താല്പര്യം. ഒരാൾ പറഞ്ഞത് അതെങ്ങനെ ശരിയാവുമെന്നാണ്. എന്തുകൊണ്ട് ശരിയാവില്ല എന്ന് ചോദിച്ചില്ലേ? അത് ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മത്സരിക്കണം, അതൊരു മാടമ്പി സ്വഭാവം. എനിക്ക് ചിരിയാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഇയാളുടെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ സിനിമ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ മരുമോൻ, അല്ലെങ്കിൽ കൊച്ചാപ്പ, അല്ലെങ്കിൽ മൂത്താപ്പ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു രീതി ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെയൊക്കെ വളരെ റെസ്പെക്റ്റ്, രാഷ്ട്രീയപരമായിട്ടൊക്കെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇതുണ്ടാവും, പക്ഷെ അദ്ദേഹത്തെയൊക്കെ നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കാണുന്നതാണ്. വളരെ ഇടുങ്ങിയ ചിന്താഗതി, വളരെ നാരോ മൈൻഡഡ് ആയിട്ട് ആ മനുഷ്യൻ സംസാരിച്ചപ്പോൾ എന്നാൽ തോക്കുന്നെങ്കിൽ തോക്കട്ടെ, മത്സരിക്കാത്തതാണ് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വേറെ മറ്റുള്ളവരോട്, അപ്പം എല്ലാവർക്കും പറഞ്ഞു, അയ്യോ അത് പാനലിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, പാനലിൽ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പാനലിൽ ഈ പറയുന്ന കക്ഷി എന്നെ ആക്കില്ല. ആൻഡ് ഞാൻ അദ്ദേഹത്തിന് സമ്മാനിച്ച സ്ലീപ്ലെസ് നൈറ്റ്സാണ്. അദ്ദേഹം എന്നെ തോപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്ക് ചിരിയും വരുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഫ്ലിംസി ആയിട്ടുള്ള റീസണാണ്. നേരത്തെ പറയണമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ മറ്റേ മറിച്ചാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഞാൻ മത്സരിച്ചു, വളരെ കുറച്ച് വോട്ടേ കിട്ടിയുള്ളൂ, പക്ഷെ കിട്ടിയത് നല്ല വോട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ തോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടേ കളിച്ചു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്, പിന്നെയാണ്. പരാജയം എനിക്കൊരു ലഹരിയാണ്. അപ്പോൾ അതുകൊണ്ട് പരാജയത്തിൻ്റെ കൈപ്പിന്നീർ ഒരുപാട് ഭക്ഷിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. പക്ഷേ ഇത്തരം ആളുകൾ അവരുടെ ഒരു തറവാട് സ്വത്താണ് സിനിമ എന്ന് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ, സാന്ദ്ര തോമസ് ഇത് തന്നെയല്ലേ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സാന്ദ്ര തോമസിൻ്റെയും എൻ്റെയും രണ്ട് വിഷയങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, അത് കേൾക്കുന്നവരെ കണ്ടോട്ടെ. പേര് പറയുന്നത് കൊണ്ട് തെറ്റുണ്ടോ? തെറ്റിൻ്റെയല്ല, ഞാൻ ക്യാരക്ടർ അസാസിനേഷനിൽ മുതിരുന്ന ഒരാളല്ല. അല്ല, അവർ ചെയ്ത കാര്യങ്ങളല്ലേ പറയുന്നത്? അല്ല, ചെയ്ത കാര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ. അദ്ദേഹം അതിനകത്ത് പ്രതികരിക്കട്ടെ, അപ്പോൾ പറഞ്ഞാൽ പോരെ. ഞാനിപ്പോൾ പറഞ്ഞത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഞാൻ സംഘടനകൾക്കൊന്നും എതിരല്ല. ഞാൻ ഈ സംഘടനകളൊക്കെ ആയിട്ട് വളരെ ഒബീഡിയൻ്റായിട്ട് നിൽക്കുന്നതല്ല. സംഘടനയ്ക്കെതിരായിട്ടൊന്നും സംസാരിക്കാറുമില്ല. പിന്നെ എന്നെ മാധ്യമ സുഹൃത്തുക്കളും മറ്റുള്ളവരുമൊക്കെ എന്നെ ചർച്ചകൾക്ക് വിളിക്കുന്നത് അവർക്ക് എന്നിൽ കണ്ടന്റ് ഉണ്ടെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ ചേംബർ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നു പറഞ്ഞപ്പോൾ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു. പലരുടെയും ഉറക്കം. ഒരു പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചെക്കൻ, ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണെന്നാണ് പറയുന്നത്, കുടയും പിടിച്ച് കണക്ക്, അയാൾ അവിടെ വന്നിരുന്നു. അയാൾ ഓരോരുത്തർ, എനിക്കിത് ഭയങ്കര കോമഡിയാണ് തോന്നിയത്. കാര്യം ആബാദ് പ്ലാസയിൽ ഇരുന്നിട്ട് അയാൾ പുറത്തിരുന്നിട്ട് എം.എൻ.ശാന് കൊടുക്കരുത് കേട്ടോ, എം.എൻ.ശാന് വോട്ട് കൊടുക്കരുത് എന്ന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം ഭയം. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. എനിക്ക് എന്നോട് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. എന്നെ ഇത്രമാത്രം ഇവർ ഭയക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ടല്ലേ? അതെ, ഉറപ്പായിട്ടും. അതാണ് ഈ സംഘടന. പക്ഷേ ഇത്രത്തോളം പുറകിൽ നിന്ന് കുത്തലുകളൊക്കെ അനുഭവിച്ചിട്ടും അവരുടെയൊക്കെ പേര് സംരക്ഷിക്കാൻ ഇപ്പോഴും ആ ഒരു സംരക്ഷണമൊന്നും അല്ലല്ലോ. ഐ ഡോണ്ട് വാണ്ട്. എനിക്ക് വെറുതെ എൻ്റെ ഇതിൽ ഈ ഒരു ഇൻ്റർവ്യൂവിൽ മലീമസമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. അപ്പോൾ ഈ അഭിനയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴേ ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ആദ്യം അഭിനയം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നതിനെക്കുറിച്ച് പറയുമോ എന്നുള്ളത് മനഃപൂർവ്വം പരാമർശിക്കാതെ പോകുന്നതാണോ? ആ പ്രേക്ഷകർക്ക് അറിവിലേക്ക് ഞാൻ പറയുകയാണ്, ആദ്യമായിട്ട് ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അതും കമലഹാസന്റെ കൂടാണ് അഭിനയിച്ചത്. അതെന്താ എവിടെയും പറയാത്തത്? ഞാൻ സ്കൂളിൽ മാപ്പ് എന്ന് പറഞ്ഞൊരു
ചെറിയ ക്ലാസ്സിൽ ഒരു നാടകത്തിൽ അഭിനയിച്ചു. അത് ആലുവയിലെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അന്ന് എൻ്റെ ഫാദർ ആലുവ DYSP ആയിരുന്നു. ആ സമയത്ത് അന്തിവെയിലെ പൊന്നെന്ന് പറഞ്ഞൊരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. ഈരാളിച്ചേട്ടനായിരുന്നു പ്രൊഡ്യൂസർ. അപ്പോൾ അതിൽ കമൽഹാസൻ സാറ്, സുവേട്ടൻ, സുകുമാരൻ, പിതൃൻ്റെ ഫാദർ, ലക്ഷ്മി, ലളിത ചേച്ചി, അമ്പിളിച്ചേട്ടൻ, ഇവരൊക്കെയാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിൽ കമൽഹാസനുമായിട്ട് ഞാൻ നേരിട്ട് ഇതില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു ആർട്ട് ഡയറക്ടർ, അദ്ദേഹമായിരുന്നു അതിൻ്റെ എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് ലളിത ചേച്ചിയായിട്ട്, അമ്പിളിച്ചേട്ടനും സുവേട്ടനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്തിവെയിലെ പൊന്നെന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം ഞാൻ ചെയ്തു. അപ്പോൾ അതിന് പ്രിൻ്റ് പോലും കിട്ടാനില്ല. ഞാൻ ഒരാഴ്ചയോട് ചോദിച്ചു, എന്തോ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു തോന്നുന്നത് മാത്രം. പിന്നെ ഇപ്പം എനിക്കൊരു സന്തോഷം തോന്നിയൊരു നിമിഷം, ഈ പ്രേം നസീർ എൻ്റെ ഒരു അകന്ന റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മദറിൻ്റെ ഫസ്റ്റ് കസിൻ കെട്ടിയിരിക്കുന്ന നസീർ സാറിൻ്റെ മോളെയാണ്. നസീർ സാറും എൻ്റെ പിതാവും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ നസീർ സാറിൻ്റെ പിതാവുമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തെ ആദ്യമായി കണ്ടപ്പോൾ ഒക്കെ ഞാനൊരു വാരികയിൽ എഴുതിയിരുന്നു. പിന്നീട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നൊരു ഫോട്ടോ പോലും ഇല്ലല്ലോ. അപ്പോൾ അന്ന് ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയാണ്. അതായത് അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പിള്ളേർക്ക് പറഞ്ഞു ഞാൻ നസീറിനെ കണ്ടു എന്ന് പറയുമ്പോൾ അവർ കളിയാക്കുമായിരുന്നു, തള്ളടിക്കാന്ന് പറഞ്ഞു. പക്ഷെ 30-40 വർഷം കഴിഞ്ഞ് ഒരു ഫോട്ടോ ഇന്നലെ കിട്ടി. പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ പേജിൽ നസീർ സാറും എൻ്റെ ഫാദറും എൻ്റെ മാതാവും ഞാനും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ അവരുടെ ആർക്കൈവ്സിലുണ്ടായിരുന്നു. അതെനിക്ക് ഇതിലെ കിട്ടി. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു വലിയ പ്രഷ്യസ് ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു. നസീർ സാറിൻ്റെ കൂടെ നിന്ന് എനിക്ക് ആ സമയത്ത് ഞാനും ആ പടം ഒക്കത്തായിരിക്കുന്നത് ഫാദറിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമുക്ക് മുന്നേ സഞ്ചരിച്ച മഹാരഥന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോഴേ നമ്മൾ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്ന ഒരു പരമോന്നത പുരസ്കാരത്തിന്റെ നിറവിലാണ് മലയാളം ഉള്ളത്. അത്രത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തില് എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, ലാലേട്ടന് എത്രയോ കാലം മുമ്പേ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. എന്താണ് താങ്കളുടെ ഒരു സന്തോഷം? മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമല്ലേ ശ്രീ മോഹൻലാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിലൊരാളാണ്. ലാലേട്ടനുമായിട്ടൊരു സിനിമ ചെയ്യണമെന്ന് ജീവിതത്തിൽ വലിയ ആഗ്രഹം. അതൊരു ആഗ്രഹമാണ്, ആഗ്രഹിക്കുന്നൊരു തെറ്റില്ല. ഞാനൊരു സൂപ്പർ ഹിറ്റ് പടം സംവിധാനം ചെയ്താൽ, എനിക്കങ്ങനെ ഒരു പടം സൂപ്പർ ഹിറ്റായിട്ട് കിട്ടിയാൽ അതിൻ്റെ പിറ്റേന്ന് ഞാൻ മോഹൻലാലിൻ്റെ അടുത്തൊരു ഡേറ്റിന് പോകും. അതുവരെ ഞാൻ പോവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ഗംഭീര സബ്ജക്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന് മാത്രം ചെയ്യാവുന്നത്. അത് ഞാനൊന്ന് ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ഡയറക്ടർ ആവട്ടെ. അപ്പോൾ ഈ ദാദാ ഫാൽക്കെ അവാർഡിന് ഏറ്റവും അനുയോജ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയാണ്. മലയാള സിനിമയ്ക്ക് എന്തോരം സംഭാവന, ഇന്ത്യൻ സിനിമയ്ക്ക് എന്നുള്ളത്. അദ്ദേഹം സംവിധായകനാണ്, നിർമ്മാതാവാണ്, ആക്ടറാണ്, വിതരണക്കാരൻ, എല്ലാ വിഭാഗത്തിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന രണ്ടുപേരാണ് ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളും ഓരോ മലയാളിക്കും കിട്ടുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇനി മലയാളത്തിൽ ആ അത്തരത്തിലൊരു പരമോന്നത പുരസ്കാരത്തിന് അർഹരായവര് ഇനിയും ബാക്കിയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മമ്മൂക്കയില്ലേ? അതെ, ഉറപ്പായിട്ടും മമ്മൂക്കയില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അവകാശപ്പെട്ടതല്ലേ? ഉറപ്പായിട്ടും. ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ നസീർ സാറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കിട്ടാതെ പോയി എന്ന്. നസീർ സാറിന് പത്മഭൂഷൺ ഉണ്ടായിരുന്നല്ലോ, കിട്ടാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നത് മധുസാറിനാണ്. അതെ, മധുസാറിന് എല്ലാം കൊണ്ടും യോഗ്യനാണ്. മധുസാറിന് പത്മശ്രീ എത്രയോ താമസിച്ച് അദ്ദേഹത്തിന് കിട്ടി. അതെ, അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? ഇപ്പൊ നമ്മൾ ആഘോഷിച്ചതേയുള്ളൂ അദ്ദേഹത്തിന്റെ. ഞാൻ വീട്ടിൽ പോയിരുന്നു. ഞാൻ KSFDC ഡയറക്ടർ മെമ്പർ, ഞാനും ചെയർമാൻ ശ്രീ K. മധു, ചെറിയങ്കൽ പോവാടി, P. സുകുമാർ, ഞങ്ങൾ എല്ലാവരും കൂടി പോയി. അദ്ദേഹമായിട്ട് അത് മാത്രമല്ല, എനിക്ക് മധുസാറിനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, പിതൃതുല്യമോ അതിനപ്പുറമുള്ളൊരു സ്നേഹബന്ധമുണ്ട്. മധുസാറിനെ ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആയുധം എന്ന് പറഞ്ഞ സിനിമയിൽ മധുസാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അല്ലാത്തപ്പോഴൊക്കെ പോയി കാണാറുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമായ നിമിഷം ട്യൂമൻ എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ഒരു വിമിയോ ലിങ്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് മധുസാറിനെ കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ ഞാനത് പെൻഡ്രൈവിലാണ്, ഞാനും സതീഷും ഡയറക്ടറും പെൻഡ്രൈവായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പടം അഭിനയിച്ചു. സാർ ആ പെൻഡ്രൈവ് മേടിച്ച് വെച്ചു. 3-ാമത്തെ ദിവസം വിളിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. യു ഷുഡ് കോൺസെൻട്രേറ്റ് ഇൻ ആക്ടിങ്, മധുസാറും പറഞ്ഞു. മധുസാർ ആ സിനിമ കണ്ടു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് എൻ്റെ BGMൻ്റെ കാര്യം, അത് ഷൂട്ട് ചെയ്ത രീതി, ഇതെല്ലാം സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും മധുസാറിനെ പോലെ ഒരു പ്രതിഭാസം
അദ്ദേഹത്തിനും ഇതൊക്കെ അർഹതപ്പെട്ടത് കിട്ടാതെ പോയാൽ എനിക്ക് വിഷമമുണ്ട്. അതെ, ഇത്രയും വലിയ ആളുകൾ നല്ല മികച്ച നടൻ എന്നുള്ള നിലയിൽ ഇങ്ങനെ അഭിനന്ദനങ്ങൾ ചൊരിയുകയാണ്. മികച്ച നടന്നല്ല, യു ഷുഡ് കോൺസെൻട്രേറ്റ് നല്ല അഭിനയം ആയതുകൊണ്ടാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇനി അഭിനയിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ടി ജി രവിച്ചേട്ടൻ 17 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ പടത്തിൽ അഭിനയിച്ചു. ജോസഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിമനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് അവാർഡ് കിട്ടുമെന്ന്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സിനിമയിൽ യൂസഫ് എന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നത്. അപ്പം ഞാൻ അഭിനയിക്കുന്നത് അദ്ദേഹമായിട്ട് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ അഭിനയിക്കുന്നത് അദ്ദേഹം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഏയ് തൃശ്ശൂർ ഭാഷയാണ്, എന്താ ഇപ്പം ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്ത എന്താന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ആരും വിളിക്കാറില്ല എന്ന്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ ലോക്കൽ വളരെ ഡിഫറൻ്റായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ബാക്കി ഭാരത് സർക്കസൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു കേക്ക് വാക്കാണ്, അത് വലിയൊരു വിഷയമാണ്. അബൂബക്കർ ഒരു വലിയ ഇതാണ്, ഗെയിം ചേഞ്ചറാണ്. പിന്നെ ഓഫ് കോഴ്സ് ഐസക് മാമൻ അന്വേഷണ തുടക്കത്തിൽ അതിൽ ഒരു പോലീസ് ഓഫീസർ എങ്ങനെ വേണമെന്നുള്ളത് എനിക്ക് എൻ്റെ ഫാദറിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈസ് നോ മോർ, പിന്നെ കുരിയച്ചിനങ്ങൾ ഞങ്ങൾ വിളിക്കുന്ന ജേക്കബ് പി തോമസ് എന്ന SPL. ഹി വാസ് എ ലേസി കോപ്പ് ബട്ട് ഹി വാസ് വെരി ഷ്രൂഡ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ അതേപോലെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതും വലിയ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇനി ഒരു പടത്തിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് സതീഷ് എന്നെ സംവിധാനം ചെയ്യുന്ന പടമാണ്. അതൊരു ഗംഭീര ക്യാരക്ടറാണ്. അത് അബൂബക്കറിനാണ് ക്യാരക്ടർ റോളാണ്, അതേപോലെ മെയിൻ ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനൂപ് മേനോൻ ഉൾപ്പെടെയുള്ളവരതിനകത്തുണ്ട്. അപ്പം ഞാനത് അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. ശാരീരികമായും മാനസികമായും ആ ഒരു കഥാപാത്രം എൻ്റെ ലൈഫിൽ അബൂബക്കറിനോളം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ മുകളിൽ വരാവുന്ന ആൻ്റണി എന്ന കഥാപാത്രം ജുബിൻ ജേക്കബാണ് എഴുതുന്നത്. ഇപ്പോഴും സിനിമകൾ അങ്ങനെ അഭിനയിക്കാൻ അവസരം വന്നാൽ ചെയ്യാം എന്നതിനപ്പുറം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് താല്പര്യമില്ല. ഒരു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു, കൊമേഴ്ഷ്യലി ഹിറ്റായ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ തന്നെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെയാണോ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ 2-3 സബ്ജക്റ്റുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴേ എനിക്ക് ഈ ആളുകളുടെ ബുദ്ധിശക്തിയെ പരിഹസിക്കുന്ന സിനിമകൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റയടിക്ക് 16 പേരെ തഴയിടുക മറ്റൊക്കെ പക്ഷെ പാടാം. പക്ഷെ എങ്കിലും ഞാൻ ഇപ്പം നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അതെ അതെ, സ്വാഭാവികമായിട്ടും ഞാനൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയുമായി വരും. പണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും സംവിധാനം തുടങ്ങിയ സമയത്താണെങ്കിലും ഒക്കെ സൂപ്പർ താരങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രങ്ങളായിരുന്നു കൂടുതലായിട്ടും ചെയ്തു വന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും പുതുമുഖ താരങ്ങളെയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയും സുരേഷ് ഗോപിയെയും ഒക്കെ ചേർത്ത് വെച്ചുള്ള സിനിമകൾ കൂടുതലായിട്ട് ഇപ്പം വരുന്നില്ല, താങ്കൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ താങ്കൾക്ക് അതിനുള്ള അവസരമുണ്ട്. അത് ഈ അങ്ങനെ ഒരു സബ്ജക്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടാണ്? അങ്ങനെയല്ല, ഞാനൊരു സത്യസന്ധമായൊരു മറുപടിയാണ് എനിക്ക് ആവശ്യം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സുരേഷ് ഏട്ടൻ എൻ്റെ 3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ ഒരു ക്യാമിയോ റോളും അഭിനയിച്ചു. ആ ക്യാമിയോ റോൾ കൊണ്ട് അദ്ദേഹത്തിനും എനിക്കും ഗുണമുണ്ടായില്ല. ഞാനിപ്പോഴും ആ സിനിമയുടെ കാര്യത്തിൽ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലാലേട്ടനെ വെച്ച് പടം ചെയ്യണമെൻ്റെ ആഗ്രഹമാണ്. പക്ഷേ എന്നേക്കാളും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ സക്സസ് ഒരു വലിയ ഘടകമാണ്. സിനിമ എപ്പോഴും വിജയിക്കുന്നവൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് നിൽക്കുമ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എനിക്കറിയാം. ഞാനത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഞാൻ എന്നോട് ചെയ്യുന്നൊരു തെറ്റല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഞാനൊരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടറാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇനി മോഹൻലാലിനെ വെച്ചൊരു പടമാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹിക്കാൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, സുരേഷ് ഗോപിയായിട്ടൊക്കെയുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? പണ്ട് സിനിമയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതേ ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞങ്ങൾ തമ്മിൽ ആശയപരമായി രാഷ്ട്രീയപരമായി 2 ദിക്കിലായതുകൊണ്ടാണ്. പഴയ സുരേഷ് ഏട്ടനെയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം, രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഉപരിയായിട്ട്. ഈ കലുങ്ക് രാഷ്ട്രീയമൊക്കെ ഇപ്പം അദ്ദേഹം കൊണ്ടുവന്ന സംഭവമാണെങ്കിലും പഴയ സുരേഷ് ഏട്ടനെ ആയിരുന്നു എനിക്കിഷ്ടം എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചു, ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മോനും ഞാനും കൂടി ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചു ഒരു പടത്തിൽ, മാധവൻ്റെ കൂടെ. കൊച്ചുവച്ചായപ്പോഴറിയാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാളായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം വരില്ലേ?
പൊതുവേ എല്ലാവരും പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ചെയ്ത കഥാപാത്രങ്ങളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ്. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലെ ഏറ്റവും വിവാദമായ വിഷയം അതായി മാറും. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഈ താങ്കൾ പറഞ്ഞതിനെ എതിർക്കാതെ എനിക്ക് സംസാരിക്കാം. പറയുന്നത് എം എ നിഷാദ് ആയതുകൊണ്ടും പറയുന്നത് കേന്ദ്രമന്ത്രിയെ പറ്റിയാണ്, അദ്ദേഹം വിഭാവനം ചെയ്തൊരു പ്രസ്ഥാനത്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഇൻ്റർവ്യൂയുടെ താഴെ വരുന്ന കമൻറ്റുകളൊന്നും ആശ്വാസകരമായിരിക്കില്ല. മനസ്സിലായില്ലേ? ഞാൻ കമൻറ്റുകൾ ഭയക്കുന്നതല്ല, ആശ്വാസകരമില്ല. ആ കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് തന്നെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള വർഗീയ ചുവയുള്ളതായിരിക്കും. അതെനിക്കിഷ്ടമല്ല. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ അയാളുടെ ചെയ്തിയാണ് വിമർശിക്കുന്നത്, അല്ലേ? നമ്മൾ ഒരാളുടെ നിലപാടുകളെയാണ് വിമർശിക്കുന്നത്, വ്യക്തിപരമായിട്ടല്ല. നിലപാടുകളെ വിമർശിക്കുമ്പം നിലപാടുകളായിട്ട് തിരിച്ച് വിമർശിക്കാൻ ഒരു വിഭാഗത്തിന് അറിയില്ല. അവരിൽ എൻ്റെ പേരും എൻ്റെ മതവും കണ്ടെത്തും. അത് വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന എനിക്കത് വിഷമമാണ്. അതുകൊണ്ടാണ് പ്രതികരിക്കാൻ പാടില്ലാത്ത. ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ പൊളിറ്റിക്കൽ ഇതിനെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഷാജി കൈലാസ് എന്നെ വിളിച്ചു പറഞ്ഞു, ഷാജി ഞാനായിട്ട് നല്ല സൗഹൃദമാണ്, ഇനി പറയരുത്. ഞാൻ പറഞ്ഞു ഞാനത് ആശയപരമായിട്ടാണ്, വ്യക്തിപരമായിട്ട് പ്ലീസ്. അത് സുരേഷിന് വിഷമം ഉണ്ടായി, നിർത്തി. ഈ കിടന്ന് കാണിക്കുന്ന ഇതിനൊക്കെ എനിക്ക് മറുപടിയുണ്ട്. ഞാനത് എൻ്റെ മുറിക്കാത്തിരുന്നു സ്വയം പറഞ്ഞു. സുഹൃത്ത് രാഷ്ട്രീയ പ്രവർത്തകനായപ്പോൾ വേദനിപ്പിച്ച കുറേ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കണ്ട് പുറമേ നിന്ന് കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ മനസ്സിലായി, നേരിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നേരിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ മാറുന്നത് ഞാൻ കാണുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരാൾ കാണുന്നത് ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നതാണ്, അതിൻ്റെ പുറകിലുള്ളൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ പോയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ദേഷ്യമാണോ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കൊല്ലുന്നത്? അല്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ പിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ള സുരേഷ് ഗോപി അങ്ങനെയല്ലായിരുന്നു. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകനായതിനു ശേഷമുള്ള ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ നമ്മൾ കാണേണ്ടത്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നത്, ഇപ്പോൾ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, എന്താ തെറ്റ്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോ രാഷ്ട്രീയത്തിലാണ്. പക്ഷേ നമ്മൾ ആശയപരമായി വിമർശിക്കുമ്പോൾ അതിനെ ആശയപരമായിട്ട് തന്നെ നേരിടാൻ പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വി ജസ്റ്റ് കീപ് മം. നമ്മളെന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുക? എൻ്റെ ഇതിലെ വിഷയം വേറൊന്നുമല്ല. എനിക്ക് സുരേഷ് ഏട്ടൻ്റെ വീട്ടുകാരുമായിട്ട്, രാധിക ചേച്ചിയായിട്ടും പിള്ളേരുമായിട്ടൊക്കെ എനിക്ക് നല്ല സ്നേഹമാണ്. എന്തിനാണ് ഞാനായിട്ടൊരു ശത്രുത ഇനി ഉണ്ടാക്കുന്നത്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് കാര്യങ്ങൾ. നമുക്ക് വിമർശിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഞാൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഞാനായിട്ടൊരു സ്പർദ്ധ ഇനി വേണ്ടാന്ന് ഓർത്തിട്ട് മാത്രമല്ല. അന്ന് ഒരു വിമർശനം പോലെ ഉന്നയിച്ചപ്പോൾ ആ ബന്ധത്തിലൊരു അസ്വാരസ്യം തീർച്ചയായിട്ടും ഉണ്ടായി. അത് വിമർശനം പോലെ ഉന്നയിക്കാൻ കാരണമുള്ളതുകൊണ്ടാണ്. എപ്പോഴും മാരിയടുത്ത് ഞാനൊരു കാര്യം പറയാം, എന്നെ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചങ്ങോട്ട് എതിരെ പറയാം. അല്ലാത്തടത്ത് വെറുതെ ഇരിക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഞാൻ പറയാം. നിലപാടുകൾക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കും. രാഷ്ട്രീയമല്ലേ, അവർ രാഷ്ട്രീയമായിട്ട് കാണാത്ത എന്താ? മാത്രമല്ല നല്ല സുഹൃത്തുക്കൾക്കാണ് എപ്പോഴും നല്ല വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്നത്. അതിന് അദ്ദേഹം അതേ കണ്ണിൽ എടുക്കുന്നില്ല എന്നാണോ? വിമർശിക്കണ്ടേ? എന്നെ വിമർശിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അതെ, ഞാനത് അംഗീകരിക്കണമല്ലോ. എന്നെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വിമർശിക്കുമ്പോൾ ഞാനത് അംഗീകരിക്കണ്ടേ? അതെ, ഉറപ്പായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് എനിക്ക് വിയോജിപ്പാണ്. അത് പറയാൻ ഞാൻ മടിക്കേണ്ട കാര്യം എന്താ? പക്ഷെ ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാവില്ല അല്ലേ? അതിനൊരു പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് പോകും. അത് എൻ്റെ അടുത്താണെന്നല്ല കേട്ടോ, ഞാൻ പൊതുവേ പുള്ളിയെ പറ്റി ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. നമ്മൾ പിന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല. നമ്മൾ ഈ പരസ്പരം ചെളിവാരി എറിയുന്നത് ഇങ്ങനെ സിനിമാ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് പോലും എന്താണ് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത് എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് പല സിനിമാ സംഘടനാ തലപ്പത്തിരിക്കുന്ന ആളുകളുടെയും പ്രതികരണങ്ങളും അവരുടെ പരസ്യമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, അതായത് സിനിമാ മേഖല അങ്ങ് അധംപതിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വളരെ വലിയ തകർച്ചയിലാണ് എന്നുള്ള കണക്കുകൾ പോലും നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും സ്വന്തം മേഖലയെക്കുറിച്ച് അത്തരത്തിൽ വളരെ മോശമായി പൊതുമധ്യത്തിൽ വന്നു സംസാരിക്കുക, അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമല്ലേ ചെയ്യുകയുള്ളൂ? അത് അറിയാത്തവരല്ലല്ലോ ഇവര്, അല്ലേ?
കഴിക്കുന്ന പാത്രത്തിൽ കാഷ്ടിക്കുന്ന പക്ഷികളെ പോലെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആർക്കും ആരെയും വിലക്കാൻ അവകാശമില്ല. ഉണ്ടോ? ഇല്ല ഇല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ നമ്മുടെ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ? ഏതൊരു വ്യക്തിക്കും ഒരു സിനിമ നിർമ്മിക്കാനോ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റും. അതിനൊക്കെ ആർക്കും നമുക്ക് വിലക്കിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്ടം വെക്കാനോ പറ്റില്ല. ഒരു സിനിമാ വ്യവസായത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്. മലയാള സിനിമയിൽ ഓടുന്ന പടങ്ങളുണ്ട്, ഓടാത്ത പടങ്ങളുണ്ട്. മലയാള സിനിമയിലെ കോസ്റ്റ് കൂടുതലുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല. ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമയുടെ 60% അതിൻ്റെ റെമ്യൂണറേഷന് മാത്രമായിട്ട് പോകുന്നു, ശമ്പളത്തിൽ മാത്രം പോകുന്നു, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. പല ടെക്നീഷ്യൻസിനും ഈ പറയുന്നത് പോലെ ഈ വലിയ കോടികളൊന്നും കിട്ടുന്നില്ല, സംവിധായകർക്കൊന്നും തീരെ കിട്ടുന്നില്ല, ആർട്ടിസ്റ്റുകൾക്കാണ് കിട്ടുന്നത്. ഇതൊക്കെ സത്യമാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുമ്പോൾ അയാളുടെ താരമൂല്യവും കൂടി കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ വിളിക്കാതിരിക്കണം, അല്ലേ? ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ കണ്ട് അല്ലെങ്കിൽ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഈ കഥാപാത്രം ചെയ്യാൻ ഇന്ന ആർട്ടിസ്റ്റാണ് യോഗ്യൻ. അപ്പോൾ അയാളുടെ താരമൂല്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വേറെ ഓപ്ഷന് പോകണം. എത്രയോ കഴിവുള്ളവരുണ്ട്. ആ ഓപ്ഷന് പോകാതെ താരങ്ങൾ റേറ്റ് കൂട്ടി എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. താരങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഈ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയാം, ചെറിയ ഇൻഡസ്ട്രിയാണ്. നമുക്ക് എവിടുന്ന വരുന്ന അവർക്കും അറിയാം. ഇവരെല്ലാം നിർമ്മാതാക്കളാകുമ്പോഴാണ് ഇവരതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമ. പക്ഷേ ഈ കണക്കുകളൊക്കെ പുറത്ത് വിടുന്നതെന്ന് പറഞ്ഞാൽ, കണക്കുകൾ പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താടിയുള്ള അപ്പനെ പേടിക്കാൻ പാടില്ല. പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എല്ലാം വിടണം. ഓൾ ഓഫ് എ സഡൻ അങ്ങ് നിർത്തിയല്ലോ കണക്ക് പുറത്ത് വിടണം. അതെന്താണ്? നമ്മളൊരു കാര്യം ചെയ്യുമ്പം ന്യായവും നീതിയും എല്ലാവർക്കും വേണ്ടി. ഒരു മാസം ഇറങ്ങി ഇത്ര പടങ്ങൾ ഇറങ്ങി, ഇത്ര പടത്തിൽ ഇത്രയേ എഴുതുള്ളൂ, ഇത്ര പടത്തിൽ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പതുക്കെ ഈ കണക്ക് വിടലങ്ങ് നിർത്തി. 2 മാസമോ 2 മാസം കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് പുറകിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനൊരു കണക്കുകൾ കൊണ്ടുവരാനുള്ളത്? അതിനൊരു അജണ്ട ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ മാധ്യമ പ്രവർത്തകരും അതിനകത്ത് പ്രവർത്തിക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ കണക്ക് കൊടുത്ത വല്ല ബോൾഡാണ്, ഞാൻ ഭയങ്കര ബോൾഡാണ്, ഞാൻ എല്ലാത്തിനും അതീതനാണ്, ഞാൻ ചങ്കൂറ്റമുള്ളവനാണ് എന്ന് കാണിക്കുന്ന ആളുകൾ തീർച്ചയായും തുടർ മാസങ്ങളിലുള്ള കണക്കുകളും കൂടിയൊക്കെ പുറത്ത് കൊണ്ടുവരണം, അല്ലേ? അത് കൊണ്ടുവന്നോ? ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ പൊട്ടരല്ല, എല്ലാവരും അരിയാഹാരം തിന്നുന്നവർ തന്നെയാണ്. ആരെയാണ് ഈ ബ്ലഫ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ സംഘടനയുടെ സോക്കോൾഡ് നേതാക്കന്മാരൊക്കെ ഒന്ന് പുറത്ത് നിൽക്കുന്നതാണ് നല്ലത്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരുടെയും ചിലവിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇവരാരുടെ അടുത്തും പോയിട്ട് നമ്മൾ കൈ നീട്ടാറുമില്ല. അയ്യോ സാറേ എനിക്കൊരു സിനിമ തരണമെന്ന് ഞാൻ ചോദിക്കാറുമില്ല. എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഞാൻ ചെയ്യും. ഇനി വൺ ഫൈൻ മോർണിംഗ് എല്ലാവരും കൂടി ഒതുക്കി സിനിമ ഈ ദിശ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ പണിക്ക് പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളടുത്ത് ഇങ്ങനെ ഒരു ഒഴിച്ചു തീർത്തലുമായിട്ട് ആളുകൾ നിൽക്കുന്നത്. വലിയ വിഷയമായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ ഒരാൾ സിനിമ ചെയ്യാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ്. തോന്നല അവരുടെ വിഡ്ഢികളുടെ സ്വർഗത്തില്ല. ഒരാൾ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച് പടം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിന് തിയേറ്ററില്ലേ? ഉണ്ടോ? സിനിമ നല്ലതാണെങ്കിൽ എവിടെയാണെങ്കിലും OTT ഇല്ലേ? ഇവിടെ പേപ്പർ വീനെങ്കിലും പോകുമല്ലോ. ഇപ്പോൾ തിയേറ്ററിലൊരു പടം ഇറങ്ങിയിട്ട് എന്താ കിട്ടുന്നത് നമുക്കറിയാം. ചില സിനിമകൾ നന്നായി. എനിക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരണം, തിയേറ്റർ കാണണം. തിയേറ്റർ എന്ന് പറയുന്ന സിനിമയുടെ കാഴ്ച മുഴുവൻ തിയേറ്ററിൽ തന്നെ ആയിരിക്കും. നമുക്ക് OTTയിൽ പേപ്പർ വ്യൂവിന് കൊടുക്കുമല്ലോ, പേ പെർ വ്യൂ കൊടുക്കാമല്ലോ, ഇല്ലേ? ഇതിനിപ്പോൾ യൂട്യൂബ് റിലീസ് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഭീഷണികളൊന്നും വേണ്ട. അങ്ങനെ ഒരു ഒഴിവാക്കാനൊക്കെ ആരെങ്കിലും ചിന്തിച്ചിട്ട് അവർക്ക് വിഡ്ഢികളുടെ സ്വർഗത്തില്ല. ഈ താരങ്ങളുടെ റെമ്യൂണറേഷനെ കുറിച്ച് പറയുമ്പോഴേ, അതായത് താരങ്ങൾ വലിയൊരു തുക റെമ്യൂണറേഷനായിട്ട് വാങ്ങുന്നു, അത് പ്രൊഡ്യൂസർക്കൊരു പ്രതിസന്ധിയാകുന്നു എന്നതിനപ്പുറം താരങ്ങൾക്കൊപ്പമുള്ള ഒരു വലിയ ക്രൂ ആയിട്ടാണല്ലോ അവരിപ്പോൾ വരുന്നത്. അവർക്കുള്ള എല്ലാ ആളുകൾക്കും ഈ പ്രൊഡ്യൂസർ തന്നെ പേ ചെയ്യണം എന്നുള്ളതൊരു വലിയ പ്രതിസന്ധി ആവുന്നുണ്ടോ? അതുകൊണ്ടല്ലേ സുഹൃത്തെ ഞാൻ എൻ്റെ പടങ്ങളിൽ ഇതുപോലെ അദ്ദേഹത്തെ സൂചിപ്പിച്ചല്ലോ, എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ അവരങ്ങനെ ഒരു വലിയ സന്നാഹത്തോടുകൂടി ആനയമ്പാരിയായിട്ട് വരികയാണ്, വന്നോട്ടെ, നമ്മളവരെ വെക്കാതിരുന്നാൽ പോരെ. നമ്മളവരെ വെക്കുകയും ചെയ്യണം, അവർ പറയുന്നതെല്ലാം കേൾക്കുകയും വേണം. പിന്നെ മാറി ഇന്ന് കുറ്റം പറയുന്നത് ശരിയല്ല. ഒരു താരം അല്ലെങ്കിൽ നടൻ അയാൾ നമ്മുടെ അടുത്ത് മര്യാദകേട് കാണിച്ചാൽ ദി വെരി ഫസ്റ്റ് ഡേ നമുക്കറിയാമല്ലോ, അറിഞ്ഞൂടെ? നല്ല ചങ്കൂറ്റത്തോടെ പറയണം, ഈ അഭ്യാസം നടക്കത്തില്ല എന്ന് പറയണം. ഇല്ലേ? നിർത്തിവെക്കണം, എന്നിട്ട് നിയമപരമായി നേരിടണം.
അതല്ലാതെ ഇതെല്ലാം ആട്ടും തുപ്പും എല്ലാം സഹിച്ചിട്ട് പിന്നെ മാറി എന്ന് കുറ്റം പറയേണ്ടത് ശരിയല്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും താരപദവിയെപ്പറ്റി മൂല്യത്തെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ട്. അവരാ സമയത്ത് കാറ്റുള്ള ദൂരം അത്ര അതിലവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ താരങ്ങളോട് താങ്കൾക്ക് പറയാൻ തോന്നുന്നുണ്ട്, അതായത് നിങ്ങളുടെ സ്റ്റാഫിന് പേയ്മെന്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന്? അതായത് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയൊക്കെയാണ് സംഘടനകളുടെ ഒരു അതായത് ഈ 3 സംഘടനകൾക്ക് ഒരുമിച്ച് നിന്നാൽ മതി. അമ്മയും ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ഈ ചേംബറും കൂടി ഒരുമിച്ച് നിർത്തിയിട്ട് ഇന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനൊരു ലിഖിതമായ എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ രീതി ചെയ്താൽ പോരെ. പഴയകാല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് വല്ലതും നടക്കുമോ? മണി എന്ന് പറഞ്ഞ മണിസാറിൻ്റെ അടുത്തൊക്കെ ഇതുവരെ നടക്കുമോ? കറക്റ്റായിരിക്കും കാര്യങ്ങൾ. അല്ല, അങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് വേണമെന്നേ, എന്നാലേ മലയാള സിനിമ നന്നാവത്തുള്ളൂ. ഇത് ഈ പടം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ ചുമര് എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പം ലോകത്തിൽ ഏക വ്യവസായമുള്ളൂ മുതലാളി തൊഴിലാളിയാവുന്നത്, അത് നിർമ്മാതാവാണ്. നിർമ്മാതാവ് പടം തുടങ്ങുന്നതിന് മുമ്പ് മുതലാളിയാണ്. പക്ഷേ നിർമ്മാതാവ് പടം തുടങ്ങിക്കഴിഞ്ഞാൽ നിർമ്മാതാവിനൊരു വിലയില്ലാത്തൊരു കാലഘട്ടം ഒക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല, മാറ്റങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസേഴ്സ് ഇവിടെ നിലനിൽക്കണം. പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കുറഞ്ഞിരിക്കണം. പിന്നെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന 2 പേരേ ഉള്ളൂ, അത് പ്രൊഡ്യൂസറും സംവിധായകനും. പടം വിജയിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടും, ക്രെഡിറ്റ് മുഴുവൻ താരങ്ങൾ കൊണ്ടുപോകും, സംവിധായകൻ എപ്പോഴും അങ്ങനെ ഒരു സൈഡിൽ കൂടി പോകും. നമ്മൾ ഈ സ്റ്റാഫുകളുടെ കാര്യം പറയുമ്പോഴേ മാനേജർമാർ വാഴുന്ന കാലമാണ് എന്ന് നമ്മളിപ്പോൾ അടുത്തിടെ ഉണ്ണിമുകുന്ദനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഞാനത് താങ്കളോട് ചോദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, താങ്കൾക്ക് അത് ബോധ്യമായി കാണും. പത്മപ്രിയയുമായി ബന്ധപ്പെട്ട മാനേജർ സംസ്കാരത്തിനെതിരായിട്ട് ആദ്യമായി ശബ്ദിച്ചത് ഞാൻ. അതെ, ആദ്യമായി പത്മപ്രിയയുടെ മാനേജർ ഉണ്ടാക്കിയ വിഷയങ്ങൾ ഞാൻ 1 വർഷത്തോളം ഫൈറ്റ് ചെയ്തു. 1 വർഷത്തോളം പത്മപ്രിയ. അപ്പോൾ വേറെ അവസരം അവർ ഖേദം പ്രകടിപ്പിച്ചു. അത് ഈ ചാനലിൽ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടല്ലേ. നമ്മളിപ്പം ആര്യ നാളെ ഒരു നടിയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായി വരുന്നു. ആര്യ എടുത്ത് ഒരു സബ്ജക്റ്റ് ഒരാൾ വന്ന് പറയുന്നു, ആര്യയ്ക്ക് സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, ആര്യ വലിയൊരു ആർട്ടിസ്റ്റ് ആവട്ടെ, സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു, ആര്യയായിട്ട് സംസാരിക്കുന്നു, ഡേറ്റ്സ് പറയുന്നു, നിങ്ങളുടെ ശമ്പളം പറയുന്നു. നിങ്ങളുടെ ശമ്പളവും നിങ്ങളുടെ ലോജിസ്റ്റിക്സും പറഞ്ഞ് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനാവശ്യ ഇടപെടലുകൾ വരുന്നത് ശരിയാണോ? ഒരിക്കലും തെറ്റല്ലേ? അതിനെതിരായിട്ട് നമ്മൾ ശബ്ദിക്കണ്ടേ? അവിടേക്കാണ് സംഘടനകളുടെ ഈ പല പ്രൊഡ്യൂസേഴ്സും പറയുന്ന കഥകൾ ഈ മാനേജേഴ്സാണ് കേൾക്കുന്നത്. ഇത് നടനിലേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന വലിയ ഗുരുതരമായ ഒരു സാഹചര്യം പോലും ഉണ്ട്. ഈ ഉണ്ണിമുകുന്ദൻ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം, സ്റ്റാൻഡ് എങ്ങനെയാണ്? ഉണ്ണിമുകുന്ദൻ്റെ വിഷയത്തിൽ ഉണ്ണിമുകുന്ദൻ അയാളെ അടിച്ചെന്നല്ലേ പറയുന്നത്? ആരെ അടിക്കാനൊന്നും അവകാശമില്ലല്ലോ. അയാളെ അടിച്ചെന്നാണ് അയാൾ പറയുന്നത്, അടിച്ചില്ല എന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് അറിയില്ല, എന്താ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാത്തത്. ഈ സ്റ്റാർഡം ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴത്തെ താരങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും ഒന്നുമില്ല. ഇപ്പോൾ ആസിഫിനൊക്കെ അറിയാം എങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് പോകുന്നത്, ഫഹദിനറിയാം, ദുൽഖറിനറിയാം, ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന്, ടൊവിനൊക്കെ ഒരു പരിധി വരെ അറിയാം, ബാക്കിയുള്ളവരൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഷാറുഖ് ഖാനെയൊക്കെ കണ്ടുപഠിക്കുക. ഷാറുഖ് ഖാൻ, രജനീകാന്ത്, കമൽഹാസൻ, മമ്മൂക്ക, ലാലേട്ടൻ, ഇവരൊക്കെ കണ്ടുപിടിക്കുക. സ്വാഭാവികമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവും. ഈ സിനിമാ മേഖലയിലെ ലഹരി അത് താരങ്ങളെയും അവരുടെ സ്റ്റാർഡത്തെയും അവരുടെ കഴിവിനെയും ഒക്കെ അല്ലാതെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബാധിക്കും. ഉപയോഗിക്കുന്നവരെ താങ്കൾക്ക് അറിയില്ല. എൻ്റെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. മദ്യപിക്കുന്നവരുണ്ടാവാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 7:30 മുതൽ രാത്രി 9:00 വരെ എൻ്റെ ലൊക്കേഷനിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. അപ്പം ലർക്കാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ ഏത് സമയത്ത് അത് തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളത് അധികം വൈകാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പം പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്താണ്? ലർക്ക് കാണണം, തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് പരിചിതമായ ഒരു ഭൂമിക, പരിചിതമല്ലാത്തൊരു ഭൂമിക, ഇത് രണ്ടും. അങ്ങനെ ഈ വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രളയവും കോവിഡും ഒന്നും നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇതിനൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഒരിക്കലും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നവരെ ഉള്ളതെന്നല്ല. അതിന് ലൈഫാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സിനിമയെപ്പറ്റി വാദോരാതെ ഒന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ ലൈഫ് ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പൊ ഞങ്ങള് ഇപ്പം ആകാംക്ഷയോടെ ഇനി കാത്തിരിക്കാൻ പോകുന്നത് ആ ലാലേട്ടനോടൊപ്പമുള്ള ആ സിനിമ, ആ പ്രൊജക്ട് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നുള്ളതാണ്. ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഇനി അതുകൊണ്ട് ഇനി വിഷയം ഉണ്ടാവരുത്. അതിൻ്റെ ഒരു ആഗ്രഹമാണ്. താങ്കൾ ചോദിച്ചല്ലോ സിനിമയിൽ എന്തോ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കുള്ള ഏതൊരു സംവിധായകനുള്ളൊരു ആഗ്രഹമാണ് മോഹൻലാലിനെ വെച്ചൊരു സിനിമ. അത് ഞാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. അത് നടക്കണമെന്ന് ഒരു പ്രതീക്ഷ പോലും ഇല്ല, ഒരു തരിപ്പ് പോലും പ്രതീക്ഷയിരിക്കില്ല. ആഗ്രഹങ്ങൾ നടക്കാനുള്ളതാണ്, അത് നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ഒരുപാട് സിനിമകളിൽ ഞങ്ങൾക്ക് ഒരു നല്ല മികച്ച ആക്ടറായിട്ട് കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെയൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ വിളിക്കാൻ പറ്റും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച്.